ഇത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായ ഗൈസ്, ഇത് പീച്ചിങ് എന്താ. കാലത്ത് ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് വേഗം എടുത്ത ഒരു പീച്ചിങ് കറിയാണ്ടി കാണുന്നത്. ഈ പീച്ചിങ് എന്താണ് ഇങ്ങനെ ഞെരിക്കാൻ കാരണം എന്താണെന്ന് അറിയോ? വൈകിട്ട് വന്നപ്പോൾ പീച്ചിങ് ഇങ്ങനെ ഞെരിക്കേണ്ട. ഇതിന് കാരണം വേറെ ഒന്നല്ല, ഈ ഇരിക്കണ ഒരൊറ്റ കാള് കാരണം കേട്ടോ. ഈ ബീഫ് വാങ്ങിച്ചതിൻ്റെ പേരിൽ നമ്മുടെ പാവം പീച്ചിങ്ങിന് ആരും കൂട്ടിയില്ല കേട്ടോ. അപ്പം ഞാനിവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പീച്ചിങ് കറിയും കൂട്ടിയിട്ട് ഞാൻ ഉച്ചക്ക് ഓഫീസിലിരുന്ന് ചോറ് തിന്നുന്ന സമയത്ത് ഇവിടെ ഉള്ള ആളുകളൊക്കെ ഈ ബീഫും കൂട്ടിയാണ് ചോറ് തിന്നത്. അപ്പം ഞാനോട് അവർ ചെയ്യണത് ശരിയാണോ ഗൈസ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഇവർ ചെയ്യണത് ശരിയാണോ? ഞാനപ്പോൾ ആരായി? ശശയില്ലേ? എന്തായാലും ഇവർക്കൊക്കെ കൊടുക്കുന്നതിന് മുന്നേ രാത്രി വേഗം ഈ ബീഫും കൂട്ടിയിട്ട് നമുക്ക് വേഗം ചോറ് തിന്നിട്ട് ഗൈസ്. വേഗം ഞാൻ കറി ചൂടാക്കി എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ബീഫും കൂട്ടി ചോറ്. അതല്ല അതിൻ്റെ ഒരു മര്യാദ, ശരിയല്ലേ? എല്ലാവരും ഒക്കെ കഴിക്കട്ടെ, മറ്റുള്ളവർ കഴിക്കട്ടെ, കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും തിന്നാം. ആ ഒരു സമ്പ്രദായമൊക്കെ നമ്മൾ മാറ്റണം കേട്ടോ. നമുക്കൊക്കെ തരാണ്ടൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വേഗം ഭക്ഷണം കൊടുത്തിട്ട് ഇതേപോലെ ഇറച്ചിക്കറിയൊക്കെ സൈഡിലോട്ട് അങ്ങോട്ട് പോരിട്ടിട്ട് വേഗം ആരെയും കാത്തു നിൽക്കണ്ട് വേഗം നമ്മുടെ കാര്യം വേഗം ഫസ്റ്റ് തിന്ന് തീർക്കണം. മനസ്സിലായ? അല്ലാതെ അവർ കഴിക്കട്ടെ, അവർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിക്കരുത്. നമ്മുടെ കാര്യം, നമ്മുടെ ശരീരത്തിൻ്റെ പ്രയോറിറ്റി, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഹെൽത്തിനും നമ്മളാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ശരിയല്ലേ? ഈ പണ്ടൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു. എല്ലാവരും ഒക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അവർ കഴിക്കട്ടെ, അവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നിട്ട് എനിക്ക്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കണം, നമ്മ ആരോഗ്യമായിട്ടിരുന്നാലാണ് ഇവരൊക്കെ തീറ്റിപ്പോറ്റാൻ പറ്റുള്ളൂ. ആ ചിന്ത എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്?